നമസ്കാരം. ഹൗ കം ഓൾ ഓഫ് ലീവ്സ് ഹാവ് മോഡി ഇൻ ദർ നെയിംസ്? 2019 രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ഒരു വാചകമാണിത്. സൂററ്റ് കോടതി മാനനഷ്ടം വരുത്തുന്നതാണ് ഇത് എന്ന് കണ്ടുപിടിക്കുന്നതും അദ്ദേഹത്തെ 2 വർഷം തടവിലിടാൻ വിധിച്ചതും നിലവിൽ രാജ്യത്തെ പ്രധാന വിഷയമാണല്ലോ. കള്ളന്മാർക്കെല്ലാം ഒരു പേര് ഒരേ പേര് എങ്ങനെ വരുന്നു? ഈ ചോദ്യം രാഷ്ട്രീയമായ ഒന്നാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ ഒരു ചോദ്യമാണ്. ഇതൊന്നും ഇന്ത്യയിലെ ഒരു കോടതിക്ക് മനസ്സിലായില്ല എന്നത് ആശങ്കയാണോ അത്ഭുതമാണോ നമ്മളിൽ ഉണ്ടാക്കേണ്ടത്? ജാതിമത രാഷ്ട്രീയത്തിൽ തന്നെ നിന്ന് കറങ്ങാനാണ് ഈ കള്ളൻ വിളിയുടെയും ഗതി എന്നത് ഏതായാലും നമ്മളെ അമ്പരപ്പിക്കും. സംവാദം അസാധ്യമാവുന്നത് ജനാധിപത്യത്തിൻ്റെ അവസാനമാണ്. എതിർസ്വരങ്ങളെ തേച്ചു മായ്ച്ച് കളയുക, തുടച്ചു നീക്കുക എന്നത് ഫാസിസമാണ്. ഡിസെൻറ്റ് ഇസ് സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞത് നമ്മുടെ തന്നെ ജസ്റ്റിസ് ചന്ദ്രചൂഡാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയത്തെ അനുകൂലിക്കുന്നില്ല എന്നതിനാൽ ഒരാൾ രാജ്യദ്രോഹിയാകുന്നില്ല. പകരം ജനാധിപത്യത്തെ മികച്ച ഒന്നാക്കാൻ അയാളെ കേൾക്കുക എന്നതാണ് ആവശ്യം. എതിർപ്പുകളെ, എതിർസ്വരങ്ങളെ, മനുഷ്യരെ, വിശ്വാസങ്ങളെ തുടച്ചു നീക്കുന്നത് ചരിത്രത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. ലൂണാർ ലാൻഡ്സ്കേപ്പ് അത്ര പ്രചരിക്കപ്പെടാത്ത ഒരു സറിയൽ ഫോട്ടോഗ്രാഫാണ്. റോബർട്ട് ബ്രസോൺ എന്ന ലോക സിനിമയിലെ ആചാര്യൻ്റെ ആദ്യകാല സൃഷ്ടികളിലൊന്നാണത്. മണ്ണിൽ നാട്ടി നിർത്തിയിരിക്കുന്ന കുറേ ടൂത്ത് ബ്രഷുകളാണ് അതിൻ്റെ പ്രമേയം. ചന്ദ്രപ്രകാശത്തിലാണ് അത് കാണുന്നത്. ഫാസിസം ബ്രഷ് കൊണ്ട് സകലവും തേച്ച് മായ്ച്ച് കളയുന്നു, തേച്ച് വെളുപ്പിക്കുന്നു എന്നാണ് അത് നൽകുന്ന സന്ദേശം. വാക്കും ചിന്തയും വർത്തമാനവും ജനതയും ജനാധിപത്യവും ടൂത്ത് ബ്രഷിൽ തേച്ച് മായ്ച്ച് ഇല്ലാതാകുന്ന ഒരിടം. അവിടെ സംവാദമില്ല, ജനാധിപത്യമില്ല, വ്യത്യസ്തതകളില്ല. ഏതു ധർമ്മബോധത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ചാളുകളെ അടിമകളായും മറ്റു ചിലരെ ഉടമകളായും സങ്കല്പിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത് ഏത് മനുഷ്യത്വ സങ്കല്പമാണ്? ദേശീയത നിർണയിക്കുന്നത് ഏതുതരം വസ്ത്രവും ഭക്ഷണവുമാണ്? പൗരനിൽ ഭയം ഉൽപ്പാദിപ്പിക്കുന്നത് അധികാരവ്യാപനത്തിനും സ്ഥാപനത്തിൻ്റെ തുടർച്ചയ്ക്കും അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നത് എത്ര തരം താണ ചിന്താ പദ്ധതിയാണ്? ഏകാധിപതികളും തീവ്രവാദികളും മനുഷ്യനെ നിയന്ത്രിക്കാനും അധികാരം പടർത്താനും പ്രയോഗിക്കുന്ന മാർഗം അതാണ്. സംവാദമാണ് വേണ്ടത്. പണ്ടൊക്കെ അധികാര വികേന്ദ്രീകരണം മികച്ച ഭരണത്തിന് ആവശ്യമായിരുന്നു. ഇത് ഡിജിറ്റൽ യുഗമാണ്. പൗരന്മാരെ, നാടിനെക്കുറിച്ചുള്ള ഡേറ്റ മാത്രം മതി. അധികാര വിനിയോഗത്തിനും നിയന്ത്രണത്തിനും ഒരുപാട് വികേന്ദ്രീകരണമൊന്നും ഇപ്പോൾ വേണ്ട. അതിനാൽ തന്നെ ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാലം കൂടിയാണിത്. ജനാധിപത്യം ലോകത്തെല്ലായിടത്തും ഭീഷണി നേരിടുന്നത് നാം കാണുന്നു. മാധ്യമങ്ങളിൽ എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് ഭരിക്കുന്നവന് തീരുമാനിക്കാൻ കഴിയുന്ന കാലത്ത് ഫേസ്ബുക്കിലൂടെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാമെന്ന് കരുതുന്നത് എത്രമാത്രം ഫലപ്രദമാകും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അകത്തുനിന്നും പുറത്തുനിന്നും രാജ്യം ഭീഷണിയെ നേരിടുമ്പോൾ ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ ഏതുതരം അധികാര രാഷ്ട്രീയമാണ് ആവശ്യം? മതം, ഭാഷ, വിശ്വാസം, സംസ്കാരം ഇവയിൽ എത്രമാത്രം വൈവിധ്യമാകാം? എല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടണമോ? നിധി നിക്ഷേപമുള്ള ഇടങ്ങളിൽ വികസനത്തിൻ്റെ വക്താക്കളായി അവിടെ എത്തുന്ന ശക്തികൾക്ക് ദേശനിർമ്മിതിയുടെ കൊടിയേന്തുന്നവരെന്ന പരിഗണന കിട്ടുമ്പോൾ അത്തരം ഇടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുടെ രണ്ടാംകിട തുല്യത പോലും തമസ്കരിക്കപ്പെടുന്നുണ്ട് എന്നത് ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്. ബാറ്റിൽ ഓഫ് കൗഷഡിന് ശേഷം അനിമൽ ഫാമിലെ നിയമം പുനർനിർണയിച്ചത് നമുക്കറിയാം. പന്നികൾക്ക് കൂടിയ തുല്യത ഫാമിൽ കിട്ടി. ഓൾ ആനിമൽസ് ആർ ഈക്വൽ, സം ആനിമൽസ് ആർ മോർ ഈക്വൽ. അതായിരുന്നു പുതിയ തത്വശാസ്ത്രം. തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ അധപ്പതിച്ചതിൻ്റെ കാരണം ജോർജ് ഓർവെല്ലിന് മാത്രമല്ല അറിയാവുന്നത്. നോവലിൻ്റെ മറ്റൊരു പ്രശസ്ത വാചകം വേണമെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാം. 4 legs ഗുഡ്, 2 legs ബാഡ്. ഇനിയും ആ നല്ല 4 കാലുകൾ ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകണ്ട. കാരണം 2 legs ബെറ്റർ എന്ന തിരുത്ത് പിന്നീട് നമ്മെ തേടിയെത്തും. മാനർ ഫാമിന് ആനിമൽ ഫാം എന്ന പേര് മാറ്റിയാലും അസമത്വം അവിടെ തുടരും. പുതിയ അധികാരവർഗം ദളിതനെ, ആദിവാസിയെ, കർഷകനെ,
ന്യൂനപക്ഷത്തെ, അസംഘടിതനെ രണ്ടാം തരം പൗരനായി പരിഗണിക്കുന്നത് തുടരുകയാണ്. നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം എന്ന് പറഞ്ഞാണ് ഏകാധിപതികളെല്ലാം ആരംഭിക്കുന്നത്. നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം, നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം, ഇതെല്ലാം ഭരണകൂടം നിർണ്ണയിക്കുന്നു. പശുവിൻ്റെ, പട്ടിയുടെ, പുലിയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് നോക്കി നിൽക്കുമ്പോൾ ഓർമ്മിക്കുക, നിങ്ങൾ പൗരൻ അല്ലാതായി, ഇനി മുതൽ അടിമയാണ് എന്ന്. പൗരന് ഭക്ഷണം നൽകുന്നതാണ് റിപ്പബ്ലിക്ക്, അതാണ് ഡെമോക്രസി. ഈ നാടിൻ്റെ പേര് ഇന്ത്യ എന്നാണെന്നും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കണം, പറയണം, എഴുതണം. കുറഞ്ഞ പൗരാവകാശവും കൂടിയ പൗരാവകാശം അങ്ങനെ രണ്ടെണ്ണമില്ല. അതെങ്ങനെ അംഗീകരിക്കും? കൂടിയ സത്യവും കുറഞ്ഞ സത്യവും ഉണ്ടോ? സത്യമല്ലേ ഉള്ളൂ. സത്യം കൺമുൻപിൽ നിൽക്കുമ്പോൾ 2000 വർഷം മുമ്പ് ഒരു രാജാവ് ചോദിച്ചു, എന്താണ് സത്യം? സത്യമേവ ജയതേ. നന്ദി.